കാലൊക്കെ വലിയ സംഭവമാണല്ലേ. ആ ചേട്ടാ, ആ പറമോനെ. ഞാൻ പറഞ്ഞ റോൾ എന്തായി? ഒരു റോളൊത്ത് വന്നിട്ടുണ്ട്. നിനക്ക് പറ്റിയ റോളൊന്നുമില്ല. എന്ത് റോളായാലും മതി. ഇനിയും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടരാൻ വയ്യ. 50,000 അവര് പറഞ്ഞത്. ഒരു 25,000 ഞാൻ സെറ്റാക്കി തരാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്ത് റോളായാലും ചെയ്യുമല്ലോ അല്ലേ? എന്ത് റോളായാലും മതി. കാശ് പെട്ടെന്ന് ഇട്ടേക്കാൻ. കാശിൻ്റെ കാര്യമല്ലേ, ഞാൻ അയച്ചേക്കാം. ആ താങ്ക് യു ചേട്ടാ. എന്ത് പറ്റി ഒരു ചിരിയൊക്കെ? തേക്കടാ, വാ കഴുകാൻ നമുക്ക്. എത്ര കാലമായിട്ട് എന്നിങ്ങനെ നോക്കണേ? എവിടെയെങ്കിലും കൊണ്ടൊന്ന് ആക്കിക്കൂടെ? അമ്മ പോകുന്നതിന് മുന്നേ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, നിന്നെ നന്നായി നോക്കണമെന്ന്. അതെനിക്ക് പാലിക്കണ്ടേ? രണ്ടത്തെ ഡയലോഗൊന്നും അടിക്കാതെ കിടക്കാൻ നോക്കും. ഞാൻ കോളേജിൽ പോട്ടെ. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ചേച്ചി ചോറുണ്ട് തന്നായിരുന്നു? ഇല്ല. ആ കുഴപ്പമില്ല. ഹലോ, എന്തായി സിനിമാ പരിപാടിയൊക്കെ? എന്താവൻ, ഓരോ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയം കളയുന്നു. ഇതല്ലാതെ എന്താ? ആദ്യം നീ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൊണ്ടുപോവാ. എടാ, നിന്നെ കൊണ്ട് പറ്റാത്ത ഫീൽഡ് ആണെങ്കിൽ ഓക്കെ, ഇതപ്പൊ അങ്ങനല്ലല്ലോ. സുകുമാർ സാറിന്റെ പടത്തിൽ നിന്നെ ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുന്നേ? ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ. ആ പ്രൊഡക്ഷൻ കൺട്രോളറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു റോളുണ്ടെന്നാ പറഞ്ഞ്. 25,000 രൂപയാവുന്ന. നല്ല റോളായിരിക്കും. ഞാൻ നമ്മുടെ ഓപ്പറേഷനുള്ള കാശെടുത്ത് കൊടുത്തേ. എന്ത് മണ്ടത്തരം ആടാ കാണിക്കുന്നേ? കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? 3 കൊല്ലം മുന്നേ ആ ആക്സിഡൻറ്റ് തന്നതിന് ശേഷം അമ്മയും പോയി, അച്ഛനും പോയി. ഇവനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുറവും ഞാനിവന് വരുത്തിയിട്ടില്ല. ഞാൻ ഇവനെ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പൈസ ഞാൻ ഉണ്ടാക്കും. പ്രധാന വാർത്ത: കണ്ണൂർ ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. പണം തട്ടിപ്പ്, പ്രൊഡക്ഷൻ കൺട്രോളർ അറസ്റ്റിൽ. ഇതുവരെ 4 പേരുടെയോളം കയ്യിൽ നിന്നാണ് ഇയാൾ പണം തട്ടിച്ചത്. സിനിമയിൽ അവസരം വാഗ്ദാനം നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കാക്കനാട് സ്വദേശിനിയായ യുവതി പരാതി നൽകിയതിനോടനുബന്ധിച്ചാണ്
എന്താടാ? സുകുമാർ സാറിന്റെ ഓഫീസിൽ നിന്ന് മെയില്. പിന്നെ വല്ല പ്രാങ്കായി? അല്ല, ഓഫീസിൽ നിന്നാ. കാര്യായിട്ട്? ആ, നല്ലൊരു റോൾ തന്നെ ഉണ്ട്. ജൂലൈയിലെ ഷോട്ട് എന്നാ പറഞ്ഞേക്കണേ. അല്ലേലും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് മാക്സിമം നമ്മളെ കറക്കും. പക്ഷെ അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. ഈ എന്നെ തന്നെ ഉണ്ടല്ലേ, ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ നേരം കടന്നു പോകും.